എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ഏഴുമടങ്ങൻ ക്യാമ്പിലേക്കാണ്. ഈ ഏഴുമടങ്ങൻ ക്യാമ്പെന്ന് പറയുന്നത് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഒരു ബേസ് ക്യാമ്പാണ് കേട്ടോ. സീസൺ സമയത്ത് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ബോണക്കാട് നിന്നും അതിരുമല ക്യാമ്പ് ഷെഡിനുള്ളിൽ വരുന്ന സ്ഥലങ്ങളിൽ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പം താൽക്കാലികമായിട്ടുള്ള ഷെഡുകളൊക്കെ കെട്ടിയിട്ടാണ് അവിടെ ഗൈഡുകളായിട്ടുള്ളവർ കിടക്കുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ചേട്ടൻ നിൽക്കുന്നത്. ഏഴുമടങ്ങൻ ക്യാമ്പിലാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ഉൾക്കാടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഏഴുമടങ്ങൻ ക്യാമ്പിൽ എത്തിയിട്ട് അവിടുത്തെ ഒരു രാത്രികാല സ്റ്റേയും ഞാൻ ഇവിടെ നിന്ന് അതുവരെ എത്തുന്നതിൻ്റെ കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം പോകുന്ന വഴികളും ഒക്കെ അത്യാവശ്യം വെയിലൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ ഇലയൊക്കെ പൊടിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടായിട്ടുള്ള കത്തിക്കല്ലി തോടും ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിക്ക് ഇലയൊക്കെ തീർത്ത് കുറച്ച് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല ആഞ്ഞു പിടിച്ചാൽ മാത്രമേ 6 മണിക്കിപ്പുറം ഏകദേശം ഒരു 8-9 കിലോമീറ്ററോളം ഈ ഉൾക്കാട്ടിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ കേട്ടോ. അത്യാവശ്യം താമസിച്ചത് കൊണ്ട് തന്നെ സ്പീഡിനുള്ള ഓട്ടത്തിലാണ് ഞാൻ. അവിടെ നിന്ന് ചെറിയൊരു കാടുണ്ട്, ആ കാട്ടിൽ കൂടെ പോകാനാണ് അത്യാവശ്യം പേടി. അതായത് നാങ്കാറ്റിൽ നിന്നും മറ്റേ അതിരുമലയിലേക്ക് പോകുന്ന അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടുണ്ട്. ആ ഒരു ട്രക്കിംഗ് റൂട്ടിൽ പോകാനാണ് ചെറുതായിട്ടൊരു ഭയം എന്ന് പറയുന്നത്. വേറെ സ്ഥലങ്ങളിലൊന്നും വലിയ രീതിക്കുള്ള പേടിയൊന്നും ഇല്ല പോകാൻ. കാലിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ ഇപ്പോൾ വന്ന കാട്ടിനുള്ളിലൂടെയൊക്കെ നടന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതുവഴി അണകാലിൽ നിന്ന് മണ്ണാങ്കോണം, ഇവിടെ തൊട്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സെറ്റിൽമെൻറ്റിലേക്കുള്ള റോഡ് കിടക്കുന്നത്. ഇത് മണ്ണാങ്കോണം നിന്നും അണകാലിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് പോകേണ്ടത് അങ്ങ് പൊങ്ങിക്കാണുന്ന മലകളുണ്ടല്ലോ, ആ മലകളുടെയൊക്കെ പിറക്കുവശമാണ് നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മലകൾ കണ്ടോ, ചൂണ്ടിച്ച് കാണിക്കുന്ന സ്ഥലത്ത് പൊങ്ങിക്കാണുന്ന മലകൾ, അതിന് പിറകിൽ നമുക്ക് എത്തണം. അഗസ്ത്യാർകൂടം ട്രക്കിങ് തുടങ്ങുന്ന ദിവസം തൊട്ട് ഇവർ അതായത് ഈ അഗസ്ത്യാർകൂടം സീസൺ തുടങ്ങുന്ന സമയത്ത് തൊട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ പേരുണ്ട്. ഫസ്റ്റ് ക്യാമ്പെന്ന് പറയുന്നത് ബോണക്കാടാണ്. ബോണക്കാട് കഴിഞ്ഞ് ലാത്തിമോട്ട, പിന്നെ കരമന, പിന്നെ വാഴപ്പേന്തിയാറ്, അട്ടയാറ്, ഏഴുമടങ്ങൻ, അതിരുമല ബേസ് ക്യാമ്പ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ട്രക്കിങ്ങിൽ 7 ക്യാമ്പ് ഷെഡുകളാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ ഉള്ളത് 5ാമത്തെ ക്യാമ്പ് ഷെഡായിട്ടുള്ള ഏഴുമടങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോവാം, എന്തായാലും നമുക്കവിടെ എത്തണം. എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നടന്ന് ചെറുമാങ്കൽ ഊരിലെത്തിയിട്ടുണ്ട്. അത് നല്ല വേനലാണ് കേട്ടോ. മൊത്തം ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞുണങ്ങി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ചെറിയ പച്ചപ്പുണ്ട്. ഇതങ്ങ് ഉയർന്നു കാണുന്നുണ്ടോ ഓരോരോ മലനിരകൾ. അതിൻ്റെയൊക്കെ പിറകിലാണ് ഒരു ക്യാമ്പ് ഷെഡ് ഉള്ളത്. കൃത്യമായിട്ട് ഇത് കാണിക്കണമെങ്കിൽ വ്ളാവിള സെറ്റിൽമെൻറ്റിൽ എത്തിയാലേ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആണ് കേട്ടോ ചെറുമാങ്കൽ എന്ന് പറയുന്നൊരു ഊര്. ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം താമസമുള്ളൊരു സെറ്റിൽമെൻറ്റാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാ ആ പൊങ്ങി കാണുന്നൊരു ഭാഗം കണ്ടോ, അതിൻ്റെ പിറകിലാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോയാലും നമ്മൾ ആഞ്ഞ് നടക്കണം. ഇന്ന് പിന്നെ ലോഡൊന്നും കൊണ്ട് പോകാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിന് ഇന്ന് പിടിക്കണം നമുക്ക്. വ്ളാവിള കുന്നത്തേരിയൊക്കെ ആഞ്ഞ് നടക്കണം ഇന്ന്. അങ്ങനെ ഇതാ വ്ളാവിള എന്ന് പറയുന്ന ഊരിൻ്റെ ഇക്കരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് താഴെ ചെല്ലുമ്പോൾ വ്ളാവിള ഊരായി. പിന്നെ അവിടെ നിന്ന് കുറേ മുന്നിൽ നടക്കണം. എന്തായാലും ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഞാൻ നടക്കുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. നമുക്കെന്തായാലും ഇനി ലാസ്റ്റ് റോഡ് തീരുന്ന അവിടെ ചെന്നിട്ട് നമുക്കിനി ബാക്കി സംസാരിക്കാം. നമ്മളിതാ മഴ സമയത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന മ്ലാച്ചിയാർ എന്ന് പറഞ്ഞ ആറിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ വേനലാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ സ്ഥലങ്ങളും ഭയങ്കരമായിട്ടുള്ള ജലക്ഷാമവും വറ്റലൊക്കെയാണ്. അപ്പോൾ അതാ ഇവിടെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ പോയി അത്യാവശ്യം കുപ്പിയിൽ വെള്ളം എടുക്കണം, എന്നിട്ട് നമുക്ക് യാത്ര തിരിക്കണം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സമയം താമസിക്കാനാണ് സാധ്യത. ഞാൻ എൻ്റെ ഊരായ വരുന്ന റൂട്ടെന്ന് പറയുന്നത് എൻ്റെ ഊരായ പൊത്തോട് നിന്നും ചെറുമാങ്കൽ നിന്നും വ്ളാവിളയിൽ നിന്നും കുന്നത്തേരി,
കുന്നത്തേരിയിൽ നിന്ന് പാറ്റാമ്പാറ പോകുന്ന റോഡാണ് ഈ കാണുന്ന റോഡെന്ന് പറയുന്നത്. ഇതിലെ കുറച്ച് മുൻപിൽ ചെല്ലുമ്പോഴാണ് കൂവമുട്ടിപ്ലാവിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ അതിരിമലയിലേക്ക് കയറുന്ന റോഡ് കയറിയാണ് നമ്മൾ ഏഴുമടങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ കുന്നത്തേരി എന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്നത്. ഈ ഒരു വഴിയാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ പൊക്കഴിഞ്ഞാൽ ഈ ഒരു വഴി 3 കിലോമീറ്റർ പൊക്കഴിഞ്ഞാൽ പാറ്റാമ്പാറ എന്ന് പറയുന്നൊരു ഊരായി. ഏറ്റവും അവസാനത്തെ ഊരാണ് നമ്മൾ പോകുന്നത്. ദാണ്ട ഈ കിടക്കുന്ന വഴിയുണ്ട്, തെളിഞ്ഞ് കിടക്കുന്നത്. ഇതിലെവിടെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ വന്നത് ഈ കിടക്കുന്ന വഴിയിൽ കൂടെയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇതിലേ കൂടെ യാത്ര ചെയ്യാണ്. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. പിന്നെ ആഞ്ഞു നടക്കണം, കാട്ടാനയും ഒക്കെയുള്ളൊരു വഴി കൂടിയാണ് നമ്മൾ പോകുന്ന വഴികളൊക്കെ എന്ന് പറയുന്നത്. നേരത്തെ എത്തുമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് വലിയ ആവേശത്തിന് വന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറായിട്ടുള്ള വഴികളാണ് നമ്മൾ പോകുന്ന ഈ ഒരു വഴികളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം സംസാരത്തിൻ്റെ ഇതൊക്കെ കുറച്ച് ഒക്കെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പിടിക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് നാങ്കാറാണ്. നാങ്കാർ ചെന്നിട്ട് നാച്ചിയാർ മോട്ടയിൽ കയറാതെയാണ് നമ്മൾ അഗസ്ത്യർകൂടം ട്രക്കിംഗ് റൂട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാവേ. അങ്ങനെ ഇനിയിപ്പം ഇന്നാണ് അവസാനമായിട്ട് അഗസ്ത്യർകൂടത്തിലേക്കുള്ള യാത്രക്കാർ വന്നത്. അപ്പോൾ ഇന്ന് കയറുന്നവർ മറ്റന്നാൾ ഇറങ്ങും, 14-ാം തീയതി. ഇന്ന് 12-ാം തീയതിയാണ്. അപ്പം അന്ന് ആൾക്കാർ ഇറങ്ങുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ അഗസ്ത്യർകൂടം സീസൺ തിരികെയാണ്. അപ്പോൾ ഞങ്ങൾ ലോഡും കൊണ്ടൊക്കെ പോകുന്നത് ഈ ഒരു വഴിയാണ്. ഇതിന് മുമ്പ് നമ്മളൊരു വ്ളോഗ് കണ്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പത്തുള്ള വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ ഈ ഒരു സെയിം വഴി കൂടെയാണ് ലോഡും കൊണ്ട് അഗസ്ത്യർകൂടത്തേക്ക് പോയത്. അതായത് അതിരിമല ക്യാമ്പ് ഷെഡിലേക്ക് ഞാൻ പോയത്. സ്ഥിരമായിട്ട് ഈ ഒരു വഴിയിലൂടെ ആൾക്കാർ നടക്കുന്നത് കൊണ്ട് തന്നെ വഴിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ച് ദിവസം അഗസ്ത്യർകൂടത്തിൻ്റെ പാക്കേജൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ലോഡ് കൊണ്ടുപോകുന്ന വഴിയാണിത്. ഇത് കാടൊക്കെ പിടിച്ച് കിടക്കും, പിന്നെ ഭയങ്കരമായിട്ട് മൃഗശല്യങ്ങളും കൂടി ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കരടിയുടെ കാഷ്ടങ്ങളാണേ ഈ കാണുന്നത്. പോകുന്ന വഴിയിൽ ഈ ഭാഗത്ത് കുറച്ച് മുൻപിലൊക്കെ തന്നെ കുറച്ച് നാൾ മുമ്പ് കാട്ടാനയൊക്കെ വന്ന് ഈ ഭാഗത്തൊക്കെ ഒരു ദിവസം രാത്രി വന്ന് നിന്ന് കുറേ മരങ്ങളൊക്കെ പിഴുതിട്ടതായിരുന്നു. വഴി മാത്രം നന്നായിട്ട് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ വഴികളെല്ലാം നല്ല കഠിനമായിട്ടുള്ള കുത്തുകയറ്റം തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജണ്ട അടിക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം കണക്കിന് നമ്മൾ കാലൊക്കെ ശബ്ദമൊക്കെ കുറച്ച് വെച്ച് നടന്നു പോകണം. അത്രയും തേരിങ്ങ് കയറി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് കുറച്ച് നല്ല നിരപ്പാർന്നിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല കുത്ത് കയറ്റങ്ങളാണ്. അപ്പോൾ സമയം താമസിച്ചുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ഭയമുണ്ട്. ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വിഷയമുള്ള കാര്യമൊന്നുമല്ല. സമയം ഇപ്പോൾ 5:15 അവിടെ നിന്ന് ഈ കമ്മുട്ടങ്കാട് വഴി കയറി പോണതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അതുമാത്രമാണ് എനിക്കുള്ളത്. പേടിയെന്ന് പറയാൻ വേണ്ടി. പേടിയെന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് കത്തി ഒന്നും എടുത്തില്ല ഞാൻ. അതുപോലെ ഒറ്റയ്ക്കുള്ള പോക്കുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നാങ്കാറിലെത്തണം. കാരണം നാങ്കാർ വരെ എത്തുന്നത് ഒരുപാട് പേരും കണ്ടിട്ടുള്ളൊരു കാഴ്ചയൊക്കെയാണ്. അപ്പം 6-7 വീഡിയോ ആയി ഈ റൂട്ടിൽ തന്നെ. ഈ നിൽക്കുന്നത് ഒരു പാണ്ടിമാവാണേ. ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് മാമൂടെന്നാണ്. തൊട്ട് താഴെ പറയുന്നത് കൂവമുട്ടിപ്ലാവ്, അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. എന്തൊക്കെയാ അപ്പോൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇത്രയും നാളായിട്ട് ഞാൻ ഈ കുളം ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ട, ഇത് ഈ ഒരു സ്ഥലത്തുള്ളൊരു കുളമാണേ, ആനക്കുളമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കിടന്നതാണ് കൂവ. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ആന വലിച്ച് തിന്നു. അപ്പോൾ എനിക്കിനി പോകേണ്ടത് ഈ കാട് വഴിയാണ്. അപ്പോൾ ഈ ഒരു കുളം ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ആനച്ചൂര് മണക്കുന്നുണ്ടേ. ആനയുടെ നല്ല സ്മെല്ല്. ഒന്നെങ്കിൽ മൂത്രം ഒഴിച്ച് വെച്ചതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഒന്നും അറിയാനൊന്നും പറ്റത്തില്ല കേട്ടോ. സമയം ഒരു 5:30 ആയിട്ടുണ്ടേ. അപ്പോൾ 5:45 നമുക്ക് നാങ്കാറിലെത്തണം. എങ്കിൽ മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏരിയയൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഉൾവനങ്ങളെന്ന് പറയുമെങ്കിലും
ശരിക്കും ഈ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ശരിക്കുള്ള ഉൾവനങ്ങളെന്ന് പറയുന്നത്. എപ്പോഴും കാട്ടാനയൊക്കെ ഏത് നിമിഷവും പാസ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പം പോകുന്ന വഴികളൊക്കെ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കയറ്റമാണേ. ലോഡ് കൊണ്ട് ഈ വീഡിയോയിൽ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു കയറ്റത്തിൻ്റെ ആഘാതം എത്രത്തോളം ആണ് എന്നുള്ളതൊക്കെ. താഴെ നിന്ന് കയറി വന്നിട്ടുണ്ടേ. അപ്പോൾ അതാ ഈ കാണുന്ന ഭാഗത്തൂടെ ചെറിയൊരു വഴി പോലെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്, നിരന്നുമല്ല. അത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു ആനത്താരയാണ്. അത് ഈ ചൂലി എന്നൊക്കെ പറയുന്ന പ്രദേശത്തു നിന്ന് ആന ഇങ്ങോട്ട് വരുന്നതും അതുപോലെ കാട്ടാനകൾ അങ്ങോട്ടൊക്കെ പോകുന്നതുമായിട്ടുള്ള പ്രധാന ഒരു താരയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നടുക്കൂടെയാണ് നമ്മളുടെ ഈ ഒരു യാത്രയും നമ്മൾ പോകുന്ന നടവഴിയും ഒക്കെ എന്ന് പറയുന്നത്. പോകുന്ന വഴികളിൽ ഇതുപോലെ വലിയ വലിയ പാറകളും നല്ല മനോഹരമായിട്ടുള്ള മരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ലോഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പാടുപെടുന്നുണ്ട്. ഒരുപാട് കൂവ ഉണ്ടായിരുന്നതാണ്, അപ്പോൾ അതെല്ലാം ആന കഴിച്ചു. ഇത് കണ്ടോ, ഇവിടെ നിൽക്കുന്നത് ഒരു വലിയൊരു ആഞ്ഞിൽ മരമാണ്. നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ഇതൊക്കെ ഇപ്പം കച്ചവടമാക്കിയനെ. അതുമല്ല ഈ വനം വകുപ്പിൻ്റെ അണ്ടറിലല്ലാത്ത സ്ഥലങ്ങളാണെങ്കിലോ ഈ വനം വകുപ്പ് പുതിയ പുതിയ നിയമങ്ങളൊന്നും പ്രാബല്യത്തിൽ വന്നില്ല എങ്കിൽ കള്ളന്മാരും ഈ തഴീനെയൊക്കെ എപ്പോഴും അടിച്ചുകൊണ്ട് പോയനെ. അപ്പോൾ ഒരുപാട് ഈ മലനിരകളൊക്കെ അങ്ങൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ കയറുമ്പോഴാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നൊരു സ്ഥലം, ഒരു കല്ലുകെട്ടൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് വലിയ ദൂരമില്ല നാങ്കാറ്റിലേക്ക്. ലോഡ് കൊണ്ട് വരുമ്പോൾ റെസ്റ്റ് ഇരിക്കുന്ന സ്ഥലമായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ കുറച്ച് മുകളിലാണ് കേട്ടോ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളൊന്ന് റെസ്റ്റ് ഇരിക്കുന്നത്. കുന്തേരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചിലപ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ മുകളിലെ നാങ്കാറിൽ കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അവർ ലോഡ് കൊണ്ട് വയ്ക്കും. അങ്ങനെ ലോഡ് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതാ ഇത്രയും ദൂരം കയറി എത്തിയിട്ടുണ്ടേ. ഇനി കുറച്ച് ഏരിയകളൊക്കെ നമ്മൾ വിടുന്നതാണ്. ഈ ഏരിയകളൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല, നല്ല വെള്ളദാഹമുണ്ട്. ആനക്കുളം കണ്ട അവിടെയാണ് വെള്ളമുള്ളത്. അത് കഴിഞ്ഞ് നാങ്കാറിൽ പോകണം വെള്ളത്തിന്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഈ ഭാഗത്ത് കുറച്ച് വരെ ഭയങ്കരമായിട്ടുള്ള കല്ലുകെട്ടും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ഇതാണ്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. ഇവിടെ കുറച്ച് മുകളിലൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ ലോഡ് കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത്. കുറച്ച് മുമ്പിലാണ് കേട്ടോ. അവിടെ നിന്നാണ് ഈ ഇടയ്ക്ക് ഒരാൾ താഴെ ആ കൊക്കയിൽ വീണത്. ഭാഗ്യത്തിന് അയാൾക്ക് ഒന്നും പറ്റിയില്ലായിരുന്നു. ഒരു ലേഡിക്കാണ് കേട്ടോ. ഏകദേശം നമ്മൾ നാങ്കാറിന് തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. അത് അങ്ങ് കാണുന്ന മലയൊക്കെ കണ്ടോ, നമ്മുടെ ദ്രവ്യമോട്ട അങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങളാണ്. ഇതിലെയാണ് നമുക്ക് മുന്നിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്ലാവുണ്ട്, പിന്നെ അതുപോലെ 2-3 മൂട്ടിമരങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ നിൽക്കുന്നത് ഈ കാട്ടിൽ നിൽക്കുന്നൊരു പ്ലാവാണ്. അത് കഴിഞ്ഞ് ഇതാ വലത്തെ സൈഡിൽ നിൽക്കുന്നത് ഇതൊരു മൂട്ടിയാണ്. ഇതാ ഈ കാണുന്ന ഇതും ഒരു മൂട്ടി മരമാണ്. ഇതാ ഈ നിൽക്കുന്നത് മൂട്ടി മരമാണ്. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഈ ആൺമൂട്ടി ആയിരിക്കാം, കാരണം ഇത് എല്ലാ വർഷം പൂക്കുന്നത് കാണാം, പക്ഷേ കായ്ക്കത്തില്ല. ഇനിയാണ് നല്ല കുത്ത് കയറ്റമാണേ നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതലും ലോഡ് കൊണ്ടുപോകുമ്പോൾ പ്രയാസപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതിലൂടെയൊക്കെ കാണുമ്പം ഈ ഒരു വഴി ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതൊന്നുമല്ല. നേരിട്ട് വന്ന് നോക്കണം, അപ്പോഴേ ഇതിൻ്റെ ഒരു ആഘാതം മനസ്സിലാവുള്ളൂ. ഞാൻ ഇന്ന് ഇവിടെയൊക്കെ 20 കിലോ ലോഡും കൊണ്ടാണ് ഈ കുത്ത് കയറ്റം കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ 2-3 തടിയൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട്. ഇതാണ്ട ഈ ഭാഗത്ത് താഴെ ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. ഇതാ കണ്ടോ, അങ്ങ് താഴെയാണ് ഒരാൾ വീണത്. അതിനുശേഷം ഇവിടെ ചെറിയ കമ്പൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ വഴിയാണ്. ഈ വഴി കയറി അങ്ങ് ടോപ്പിലേക്ക് പോകണം. താഴെയാണ് കേട്ടോ ആ ഒരു കൊക്ക പോലത്തെ സ്ഥലം. അത് കഴിഞ്ഞ് ഈ വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇതിലെ ഇനി കുറച്ച് മുൻപിൽ ചെല്ലുമ്പം ചെറിയൊരു ഓടയുണ്ട്. അവിടെ എപ്പോഴും ചെറിയ രീതിക്കൊരു വെള്ളം കാണും, എത്ര വേനലടിച്ചാലും. സ്ഥിരമായിട്ട് വെള്ളമുള്ള സ്ഥലം എന്ന് പറയുന്നത് നാങ്കാർ തന്നെയാണ് കേട്ടോ. കുറച്ച് ഈറകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെയാണ് ആ ഒരു വെള്ളം എപ്പോഴും കിട്ടാൻ സാധ്യതയുള്ളൊരു ചെറിയൊരു സ്ഥലമാണ്. എരിയാണ് കേട്ടോ, വഴി മൊത്തം കടിച്ചാൽ കാലൊക്കെ കുറച്ച് നേരത്തേക്ക് തരിപ്പായിരിക്കും. ഇവിടെ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം കയറ്റങ്ങളാണ്. ഈ പാറയിലൊക്കെ ഇതുപോലെ പിടിച്ചൊക്കെ നമ്മൾ കയറേണ്ടി വരും. ഞാൻ പറഞ്ഞത് വെറുതെ ആയി.
എന്നാണ് തോന്നുന്നത്. വെള്ളമൊന്നും കാണാനില്ല കേട്ടോ. അത്യാവശ്യം വെള്ളം കാണുന്നതാണ് എല്ലാ വർഷവും. ഈ വർഷം നല്ല ചൂട്, ഇത്രയും ദിവസം ആയതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും വെള്ളം കാണുന്നതാണ്. താഴെ ആനക്കുളം കണ്ട് അവിടെ നിന്ന് തന്നെ ഇനി വെള്ളം എടുക്കേണ്ടി വരും. ഇത്രയും വരൾച്ച എന്ന് പറയാനായിട്ട് വേനൽ കുറച്ചേ അടിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ വർഷമൊന്നും ഈ മഴ വലിയ രീതിക്കൊന്നും പെയ്തില്ല കേട്ടോ. മഴ പെയ്തില്ല, അതനുസരിച്ച് പുഴകളിൽ വെള്ളവും സംരക്ഷിക്കപ്പെടുന്നില്ലല്ലോ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കയറ്റം കയറി മുകളിൽ എത്തുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എത്രത്തോളം ദൂരമാണ് കയറി വന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ കുത്തുകയറ്റമാണ് കേട്ടോ. ഇതൊക്കെ ഇത്രയും സമയം നമ്മൾ വന്നത് ഈ നിത്യഹരിത വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ നമ്മൾ സമയമായെങ്കിലും അവിടെയൊക്കെ ഭയങ്കരമായിട്ട് സമയമായില്ലെങ്കിൽ, അതായത് നട്ടുച്ചയൊക്കെ ആയാലും അവിടെയൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും. പക്ഷേ ഇപ്പം നമ്മളൊരു പുൽമേട്ടിൽ കയറിയിട്ടുണ്ട്. ഇപ്പം 12-ാം തീയതിയാണ്. 12-ാം തീയതി വൈകുന്നേരം 5:40 അപ്പം 5:40 ഞാൻ നാച്ചിയാർ മോട്ടയുടെ ഭാഗമായിട്ടുള്ള പുൽമേട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, നമ്മൾ ഇത്രയും ദൂരം കയറി വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണേ. അപ്പോൾ ഈ കാണുന്നത് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറാണ്. തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിയിലൊക്കെ പ്രധാനമായിട്ടും ജലം എടുക്കുന്നത് ഇതാണ്ട് ഈ കാണുന്ന പേപ്പാറ ഡാമിൽ നിന്നാണ്. ഇവിടെ നിന്നും തൊട്ട് താഴെയുള്ള അരുവിക്കര ഡാമിലേക്ക് വെള്ളം എത്തിക്കും. അവിടെ നിന്നുമാണ് പ്യൂരിഫൈ ചെയ്ത് തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഒരു ഡാമിൽ വെള്ളം തന്നെയാണ് എത്തിക്കുന്നത് കേട്ടോ. 5:40 അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ട് ഇത് അക്കരെയാണ്. അങ്ങ് ആ ഭാഗത്ത് നിന്ന് തുടങ്ങും, ബോണക്കാട് തുടങ്ങി ഇങ്ങനെ പോകും കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന ആ പൊങ്ങി കാണുന്ന മലകൾക്കും ഈ കാണുന്ന 2 കാടുണ്ടല്ലോ, ഈ ഇതിൻ്റെയും ഇതാ കാണുന്ന അതിൻ്റെ ഇടയിൽ കൂടെയാണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ട് ഉള്ളത്. നമ്മൾ ഈ വഴി കയറിയിട്ട് നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടിലേക്ക് എത്തും. അവിടെ എത്തിയിട്ടാണ് നമ്മൾ നേരെ ഏഴുമടങ്ങൻ ക്യാമ്പ് ഷെഡിലേക്ക് എത്തുന്നത് കേട്ടോ. തേരി നമ്മൾ കയറി വന്നപ്പോഴേ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ചെറുതാണ്. നമ്മൾ കുറച്ചും കൂടെ മുകളിൽ കയറിയിട്ട് നല്ല മനോഹരമായിട്ട് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരും. അപ്പോൾ ഇതിലെയാണ് നമ്മൾ നടക്കുന്നത്. ഈ തൊട്ട് ഫ്രണ്ടിൽ ഉള്ളതാണ് നാങ്കാറ്. അങ്ങ് ടോപ്പിൽ പൊങ്ങി കാണുന്നൊരു മലയുണ്ടല്ലോ, നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അതാണ് അഗസ്ത്യാർകൂടം. അതിൻ്റെ ഇപ്പുറത്തുള്ളത് അതിരുമല. ഇനി ഇവിടെ നിന്ന് മുമ്പിൽ നടക്കുമ്പോഴാണ് നമുക്ക് ഈ നാങ്കാർ എന്ന് പറയുന്ന ആ ഒരു ആറ്റിലേക്ക് എത്തുന്നത് കേട്ടോ. അവിടെ ചെന്നിട്ട് എന്തായാലും അത്യാവശ്യം വെള്ളം എടുക്കണം. കാരണം നമ്മൾ നേരത്തെ എടുത്ത് വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. ഇറക്കാടിനുള്ളിലൂടെ കിടക്കുന്ന വഴിയിലാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് ഈ ലോഡും കൊണ്ട് പോകുന്ന സമയത്ത് ആഹാരം കഴിക്കുന്ന പ്രധാനമായിട്ടും ഈ കാണുന്ന ആറിലാണേ. ഇവിടത്തിനെ നാങ്കയാർ എന്നാണ് പറയുന്നത്. നാങ്കാർ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ദിവസം ഈ കാട്ടിനുള്ളിൽ കിടക്കുന്നൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാട്ടിനകത്ത് സ്റ്റേ ചെയ്യുന്നത് അതൊക്കെ ഇവിടെയായിരുന്നു. ഞാൻ കിടന്നത് വെളിയിലാണ്. അത് ഈ ഒരു ഭാഗത്താണേ. പുറത്ത് ഇവിടെയാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ ചെറിയ കെട്ടൊക്കെ കെട്ടിയിട്ട് വെള്ളം എടുക്കാൻ കണക്കിനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം അങ്ങനെ ആരും വെള്ളം എടുക്കുന്നില്ല. കുറച്ച് മുകളിലാണ് എല്ലാവരും ഇപ്പം വെള്ളം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മുകളിൽ ഇറങ്ങാൻ വയ്യ. ഇനിയിപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് നടക്കാം. നമ്മൾ ആ ഒരു ഷെഡ് വെച്ച് ദാണ്ട് ഇവിടെയാണ്, ഈ ഭാഗത്താണ് ആ ഷെഡൊക്കെ വെച്ച് നമ്മൾ കിടന്നത്. അതിനുശേഷം ഈ ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത്, റെസ്റ്റ് എടുക്കുന്നത്. അന്ന് ഫയർ ഡ്രൈം പറ്റിയ സമയത്ത് ഈ ഭാഗത്ത് താഴെയാണ് ആ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉള്ളതും ആറും ഒക്കെ ഉള്ളത്. അന്ന് ഞാൻ രാത്രി ടെൻ്റ് അടിച്ചിട്ട് കിടന്നതാണ്ട് ഇവിടെയാണ്, ഈ ഭാഗത്താണ് കിടന്നത്. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പം ഭയങ്കര ആയിട്ടുള്ളൊരു സന്തോഷം തോന്നുന്നു. കാരണം അത്തരം വീഡിയോസുകളാണ് നിങ്ങൾ കണ്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വന വീഡിയോസൊക്കെ മാക്സിമം ഇനി കുറയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. കാരണം ഓൾറെഡി ഇതെല്ലാം എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ നമ്മൾ അന്ന് കണ്ടതുപോലൊരു സ്റ്റേ വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മാക്സിമം അത്തരം സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ലോഡും കൊണ്ട് പോകുന്ന അതിരുമലയ്ക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല കയറ്റങ്ങൾ കയറണം. പക്ഷേ ഏഴുമടങ്ങലിലോട്ടാണെങ്കിൽ അത്ര വലിയ കയറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. കുറച്ച് നിരപ്പുകളൊക്കെ തന്നെയാണ്. കുറച്ച് മുകളിലെത്തിയിട്ട് നമുക്ക് ആ 2 വഴികളും തിരിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇദ്ദേഹത്തെ ആ ഒരു സൺസെറ്റ് നോക്കിയേ, ഇങ്ങോട്ട് ഹൈ റേഞ്ച് ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അതിരുമല എത്തിക്കഴിഞ്ഞാൽ അവിടെ തൊട്ട് പിന്നെ ഹൈ റേഞ്ച് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ചെവിയിലൊക്കെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രത്തോളമാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സൈഡിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പുൽമേടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമുക്ക് മുൻപിലെത്തിയിട്ട് നമുക്ക് അഗസ്ത്യാർകൂടമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്ന വഴികളിലൂടെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് സഞ്ചരിക്കാം കേട്ടോ. താഴെ കണ്ട ആ ഒരു ആറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പിറകിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ലോഡിങ്ങിന് പോകുന്ന സമയത്ത് വന്ന് കഴിക്കാനൊക്കെ ഇരിക്കുന്നത്.
ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ക്യാമ്പായിട്ടുള്ള അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് പോകുന്നത്. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഞാൻ ഇന്നാണ് തൊപ്പിയിടാതെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണ്, അത് അത്യാവശ്യം മുടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാരണം സർജറി ചെയ്യുന്നതാണ്, അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുണ്ട്. ഫുൾ കഷണ്ടി ആയിരുന്ന ഞാനാണ്, അപ്പോൾ ഇത്രയും മുടിയൊക്കെ വന്നിട്ടുണ്ട്, ചെറിയൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തൊപ്പിയൊന്നും ഇല്ലാതെ നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഏഴുമടങ്ങൻ ക്യാമ്പിലേക്കുള്ള യാത്ര തുടങ്ങാം. അതാ യാത്ര ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് മുൻപിൽ നിന്നാണ് നമ്മൾ തിരിയുന്നത്. അങ്ങ് പൊങ്ങി കാണുന്ന ആ ഒരു മലയാണ് അഗസ്ത്യാർകൂടം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കേട്ടോ അഗസ്ത്യാർകൂടം. ടോട്ടലി 48 കിലോമീറ്ററാണ്. വൺ സൈഡല്ല, രണ്ട് സൈഡും കൂടെ 48 കിലോമീറ്ററാണ്. 24 കിലോമീറ്ററാണ് നമ്മൾ കാൽനടയായിട്ട് നടന്ന് ആ ഒരു മലയ്ക്ക് ടോപ്പിലെത്തേണ്ടത്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ട്രക്കിങ്ങിൻ്റെ ഗൈഡാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടിൽ കയറുന്ന വഴിയിലേക്കാണ് നമ്മളിനി കയറുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്ന വഴിയെന്ന് പറയുന്നത് ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് വരുന്ന യാത്രക്കാർക്ക് ക്യാമ്പ് ഷെഡിലേക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്ന വഴിയുണ്ട്. ആ വഴിയാണ് ദാ ഈ കാണുന്ന വഴി, ഈ ഫ്രണ്ടിൽ കാണുന്ന വഴി. അപ്പോൾ ഈ വഴി നമ്മൾ ഇതിലെ അട്ടയാറിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡുണ്ട് അട്ടയാറ്, അതിലേക്ക് പോകുന്നൊരു വഴിയാണിത്. അപ്പോൾ ഈ വഴി തെളിച്ചിട്ടിട്ടുണ്ട്. ഇതിലേ പോയി കഴിഞ്ഞാൽ അതിരുമലയിലെത്താം, ഇതിലേ പോയാലും എത്താം. ഇത് നാച്ചിയർമോട്ട വഴിയും ഇത് നമ്മുടെ ട്രക്കിംഗ് വഴി കൂടെ അതിരുമലയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു ട്രക്കിംഗ് വഴി ലക്ഷ്യമാക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ച് പോകും. അപ്പോൾ ഞാൻ നേരെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേരാണ് കമ്മുട്ടൻകാട്. അതായത് ഒരു ഇരുണ്ട കാടാണ് ഈ പുൽമേട് കഴിഞ്ഞിട്ട് തൊട്ടക്കരെയുള്ളത്. അപ്പോൾ അവിടെ ചെറിയ സീനാണ്, ഈ മൃഗങ്ങളൊക്കെ നിൽക്കാനൊക്കെ സാധ്യതയുള്ളൊരു ഏരിയയാണ് ഈ ആനയൊക്കെ. അപ്പം ആനയെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടിസ്വപ്നമാണല്ലോ. നമ്മളതനുസരിച്ച് വേണം ഇനി ഈ കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുൽമേട് തൊട്ട് അപ്പുറം വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാടാണ്. ആ കാടിനെയാണ് കമ്മുട്ടൻകാട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് ചെന്നിറങ്ങുന്നത് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടായിട്ടുള്ള അട്ടയാറിന് മുകളിലാണ്. 3 പോത്തുകൾ നിന്ന് മേയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നമ്മുടെ ഫോണിലെടുത്ത് വിഷ്വൽ കാണിച്ചു തരാം. അത് അവിടെയാണ് 3 പേര് നിൽക്കുന്നുണ്ട്. ഞാൻ അതിനെ ശല്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. അതൊരു ഫാമിലിയാണ് കേട്ടോ, ഒരു കുഞ്ഞും അതിൻ്റെ തള്ളയും തന്തയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ അത്രയും ഈ തണുപ്പുള്ള കാടാണ്. അപ്പോൾ സംസാരിക്കുന്നതൊക്കെ വളരെ ചെറുതായിട്ടാണ്, ശബ്ദം കേൾക്കണം നമുക്ക്. പിറകിൽ വന്നപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. എന്തായാലും പതിയെ നടന്നു നോക്കാം. എല്ലാം ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. കാട്ടാനയൊക്കെ നിൽക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടുമായിട്ട് നേരമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ ബാക്കിൽ മൃഗങ്ങൾ ഇറങ്ങിയത്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒന്ന് കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. അത്രയും ഈ തണുപ്പുള്ള കാടാണ്. അപ്പോൾ സംസാരിക്കുന്നതൊക്കെ വളരെ ചെറുതായിട്ടാണ്, ശബ്ദം കേൾക്കണം നമുക്ക്. പിറകിൽ വന്നപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. എന്തായാലും പതിയെ നടന്നു നോക്കാം. എല്ലാം ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ചെറിയൊരു തോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തോട്ടിലൊന്നും നിലവിൽ വെള്ളമില്ല. മഴയടിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കാണുന്ന തോടുകളാണ് കേട്ടോ. അപ്പോൾ ഈ തോട് കയറി കുറച്ചപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ട്രക്കിംഗ് റൂട്ടിലേക്ക് എത്തും കേട്ടോ. എക്കിൽ അവിടെ എത്രയാണ് അല്പം പേടി, കാരണം ഭയങ്കര നിരപ്പാർന്ന സ്ഥലമാണ്. നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെയും കണക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു തോട് കഴിഞ്ഞ് ഇതിലെയാണ് പോകുന്നത്. ഇതിൽ പോകുമ്പോൾ ഇനി അടുത്ത് ചെറുതായിട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുൻപിലാണ് ഈ ആനക്കുളം ഉള്ളത്. അപ്പോൾ ആനക്കുളം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ കാട്ടാനകൾ വെള്ളം കുടിക്കാനായിട്ട് വരാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്രോസ് ചെയ്തെങ്കിൽ ഒരു
മനസ്സിനൊരു ഇതായനെ. കുളമെന്ന് പറയുന്നത് തൊട്ട് താഴെയാണേ. അപ്പം നമ്മൾ കാട്ടിക്കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നടക്കുമ്പോൾ കരിയിലേക്ക് വളരെ സ്ലോയിൽ വെച്ച് നടക്കാവോ. കാല് പതിയെ എടുത്ത് വെച്ച് എന്തെങ്കിലും മോശം സൗണ്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ ഇങ്ങനെ ഒപ്പി നടക്കാവൂ കാല് വെച്ച്. പാനക്കുളത്തിൻ്റെ അവിടെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടേ. ഫയൽ എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒത്ത ആനത്താരെ കൂടെയാണ് കേട്ടോ വെട്ടിയിരിക്കുന്നത്. ഇത് വലിയ ദിവസമൊന്നും ആയില്ല ഇത് വെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ആനക്കുളം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ചേട്ടൻ്റെയും ബേച്ചുകാരെയും കണ്ടിട്ടുണ്ട്. ഇവരിവിടെ ചെറിയൊരു കുളത്തിൽ മീൻ പിടിക്കുകയാണ്. ഒരു ആനക്കുളമാണ്. അപ്പോൾ അവിടെ ഇവർ മീൻ പിടിക്കുകയാണ്. നമ്മുടെ അരുണണ്ണനും മകേഷ് അണ്ണനും എൻ്റെ ചേട്ടനും കൂടി. അവറിനകത്ത് അത്യാവശ്യം മീനുകളൊക്കെ കിടപ്പുണ്ട്. ഇവർ പിടിച്ചിട്ടുള്ളതാണ്. കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അരുണണ്ണൻ്റെ കയ്യിൽ. ഇതാ വരണം, എന്തായാലും കാണിച്ചു തരാം. ദേവർന്ന് കണ്ട സിലോപ്പി. ഈ കാട്ടിനകത്തൊരു കുളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന സിലോപ്പികളാണ് പിടിച്ച് എടുത്ത് കവറിലൊക്കെ ഇട്ടിരിക്കുകയാണ്. അത്യാവശ്യമുണ്ട് കേട്ടോ കവറിൽ. ഇത് വെളിയിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ഇനി നമുക്ക് തട്ടമ്മ കാണാം എത്ര എണ്ണം ഉണ്ടെന്ന്. ചെളിയിൽ കിടന്നതാണേ. ഇവിടെ കിടപ്പുണ്ട് സാധനം. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടിലേക്കാണ് ഇനി പോകുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഒരു കുളം. അതിലെ മീനിനെയൊക്കെയാണ് എൻ്റെ ചേട്ടനും കൂട്ടത്ത് ഗൈഡ് പണിക്കുള്ള നമ്മുടെ അണ്ണന്മാരും പിടിച്ചത്. ഇനി നമ്മൾ നേരെ ഇവരുടെ ക്യാമ്പ് ഷെഡിലേക്കാണ് പോകുന്നത്. കുറച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആനത്താരയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് കയറി കുറച്ച് മുൻപിൽ നമ്മളെത്തുമ്പോഴേക്ക് നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടിൽ എത്തും കേട്ടോ. തൊട്ടപ്പുറത്താണ്. ശേഷം ഇരുട്ടി വരുന്നുണ്ടേ. അപ്പോൾ ഇവർ ആ കുളത്തിൻ്റെ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാനവിടെ നിന്നു. അപ്പോൾ നമ്മൾ നേരെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബോണക്കാട് നിന്ന് വരുന്ന വഴിയിൽ. ഇനി നമ്മൾ എത്തേണ്ടത് ഏഴുമടങ്ങനാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ടേ. കിടക്കുന്ന വഴിയാണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വഴി കൂടെയാണ് നടന്ന് നമ്മുടെ ചേട്ടനൊക്കെ നിൽക്കുന്ന ഏഴുമടങ്ങൻ ക്യാമ്പിലെത്തുന്നത്. ഇവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടി വരുന്നുണ്ടേ. ട്രക്കിംഗ് വഴി നല്ല രീതിക്ക് തെളിച്ചിട്ടുണ്ടേ. നല്ല പുൽമയുടെ ഈ ഭാഗമൊക്കെ കത്തി അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതങ്ങ് അക്കരെയാണ് ഏഴുമടങ്ങൻ, അങ്ങ് ഫ്രണ്ടിൽ. അവിടെ നമുക്ക് എത്തണം. അത് അങ്ങോട്ടൊക്കെയാണ് നമ്മുടെ നടത്തം. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇവരുടെ ക്യാമ്പ് ഷെഡിൽ നമുക്ക് എത്തുമ്പോൾ ഫുൾ ഇരുട്ടായിരിക്കും. ഇപ്പം ചെറിയ ഒരിതുണ്ട്, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ളിരുട്ട്. എന്നാലും അയ്യ, നമ്മുടെ മീനൊക്കെ പിടിച്ച് വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചേട്ടനൊക്കെ നിൽക്കുന്ന ക്യാമ്പിലോട്ട് പോകുന്ന വഴിയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റൊക്കെ അടിച്ചാണ് കണ്ട പോകുന്നത്. ഇനിയൊരു ശകലം ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ക്യാമ്പ് ഷെഡായി. അപ്പം കുളത്തിൽ നിന്ന് പിടിച്ച് മീനിനെ കറി വയ്ക്കണതും ഇനി അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെയാണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഇവരുടെ ഷെഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു ടാർപ്പായ ഷെഡുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ എന്തായാലും രാത്രി കാണാൻ പറ്റത്തില്ല കേട്ടോ. തോട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീനുകളെ ഇനി ക്ലീൻ ചെയ്തെടുക്കലാണ്. തോട്ടിൽ നിന്നല്ല, ആ കുളത്തിനകത്ത് നിന്ന് പിടിച്ച മീനുകളെ. കുറച്ച് സിലോപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിലോപ്പി നമ്മളിവിടെ ഒരു തോടിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഇവിടുത്തെ തോടിൻ്റെ ഈ സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സിലോപ്പീനെയൊക്കെ ഇരുന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വേണ്ട, നമ്മൾ ആ ഒരു കുളത്തിൽ നിന്ന് പിടിച്ചൊരു സിലോപ്പിയാണ്. അത്യാവശ്യമുണ്ട്, ആ പാത്രത്തിനകത്തുമുണ്ട്. ചിലതൊന്നും ചത്തിട്ടില്ല. ഇവരുടെ മീനിറക്കും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ, ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. വലിയ മീനിനൊക്കെ മുറിച്ചിട്ട് ഇവിടെയും പാറയിലിട്ട് ഉരയ്ക്കേണ്ടതിൻ്റെ പുറത്തുള്ള പ്ലാന് പോകും. നമ്മൾ പ്ലാൻ എന്നാണ് പറയണത്. ചെളുക്കല്ലാണ് ഒരു ചെതുമ്പലി അത് പോകും. അതിന് നല്ല ഗ്രിപ്പുള്ള പാറയിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ മീനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം മീനുകളുണ്ട്. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. അപ്പം അത് കിട്ടാൻ വേണ്ടിയാണോ ചാടിയത്? മീനൊക്കെ വെട്ടിയതാ അടിപൊളിയാക്കി. ഇതിനുള്ളത് അടിപൊളിയാക്കി സെറ്റപ്പ് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്.
കറി വെക്കാനായിട്ട് പോവുകയാണ്. മീനൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ കുളത്തിൽ നിന്ന് പിടിച്ച മീനിനെ. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ അടുക്കള. ഗ്യാസൊന്നുമില്ല, കാട്ടിനകത്താണ്, വിറവാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഈ മീൻ കറി വെക്കുന്ന പരിപാടികളൊക്കെ അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതാ പാത്രത്തിനകത്ത് വീട്ടിയിട്ടുണ്ട്. അധികം മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളി വഴറ്റുകയാണ് കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് കറി വയ്ക്കുന്നത്. നമ്മുടെ അരുമണ്ണൻ ഞാൻ നാളെ രാവിലെ പരിചയപ്പെടുത്താം. രാത്രി ഇവിടെ വെട്ടമില്ല, ഇവിടുത്തെ ഷെഡിൽ. അടിപൊളിയായിട്ടുള്ള കറിയാണ് നമ്മുടെ അരുണണ്ണ വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അത് ഉള്ളിയൊക്കെ വഴറ്റിയാണ് നമ്മൾ സിലോപ്പി കറി വയ്ക്കുന്നത്. ഇവിടെ ടോട്ടലി ഇവിടെ 5 ഗൈഡുകളുണ്ട്. ബാക്കി എല്ലാവരും നമ്മുടെ അതിരുമല ക്യാമ്പിൽ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അരുണണ്ണന് ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ വെറുതെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ ഇവിടെ പാചകമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അത്യാവശ്യമായിട്ട് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. ഉള്ളിയല്ല, സവാളയാണ്. സവാള ഇവിടെ ഇട്ട് ഉള്ളീനെ വഴറ്റിയെടുക്കുകയാണ്. മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഗ്രേവിയെല്ലാം റെഡിയാക്കിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ആ ഒരു സിലോപ്പി മീനിനെ ഇട്ട് കറി വയ്ക്കാൻ പോകുന്നത്. ഗ്രേവി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ കുളത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീനിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നല്ല സിലോപ്പി, ചെറുതും വലുതായിട്ടുള്ള സിലോപ്പികളുണ്ട് കേട്ടോ. സിലോപ്പി, തിലോപ്പിയ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ സിലോപ്പി എന്നാണ് പറയുന്നത്. നമ്മുടെ ആറ്റിലൊക്കെ കിടക്കുന്ന സിലോപ്പിയാണ്. പവർ ബാങ്ക് ഉണ്ട്, അത് ഇത് ചാർജിനിടാൻ. ഇപ്പോൾ ഒരെണ്ണം ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നു. മീൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വേവും. അപ്പോൾ നമ്മളിനി അവരെല്ലാം കൂടെ വന്നിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ മീൻ കറി ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി അരുണെണ്ണ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എണ്ണ ഒഴിക്കുകയാണ്. അടിപൊളി മീൻ കറി കേട്ടോ. താഴെ കുളത്തിൽ നിന്ന് പിടിച്ച സിലോപ്പി. ഇനി നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അന്നേരം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അമ്മമാരടുത്തൊക്കെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അരുണണ്ണനാണിത് വച്ചത്, പുള്ളിയാണ് ഇവിടുത്തെ ഷെഫ്. അയ്യോ, അങ്ങനത്തെ സാഹചര്യത്തിൽ വരാൻ ഒത്തിരി പാട്. ഇന്നലെ രാത്രി നമ്മൾ ഈ ഒരു തോട്ടിലിരുന്നാണ് മീനൊക്കെ കഴുകിയത്. അത് അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചേട്ടനൊക്കെ ഗൈഡായിട്ട് നിൽക്കുന്നത് ഏഴുമടങ്ങൻ ക്യാമ്പിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവരൊക്കെ ഇവിടെയാണ് പാത്രം കഴുകുന്നതും വെള്ളം എടുക്കുന്നതും. പിന്നെ അതുപോലെ ഇതിന് താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട്. തൊട്ട് താഴെയാണ്. അവിടെയൊക്കെയാണ് ഇവരിറങ്ങി കുളിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും രാവിലെ തന്നെ ഇവർ കിടക്കുന്ന ഷെഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഇതാണേ അവർ കിടക്കുന്ന ഷെഡെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷെഡിനകത്താണ് ഇന്നലെ നമ്മൾ കിടന്നതും അതുപോലെ പാചകവും നമ്മൾ ആഹാരമൊക്കെ വേവിച്ച് കഴിച്ചത് ഇതിനകത്താണ്. ഇപ്പോൾ ഒരു ഏകദേശം 1 മാസമായിട്ടോളം ഈ ഒരു ഷെഡിനകത്തുണ്ട്. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ള ഷെഡാണ്. ഈ അഗസ്ത്യർകൂടം ട്രക്കിങ്ങിന് പോകുന്ന ഗൈഡുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു ഷെഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ. ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇവർ രാത്രി കിടക്കുമ്പോൾ ഇവിടെ ഒരു തീ കൂട്ടി വെച്ചിരിക്കും. പിന്നെ ഇവരുടെ പരമ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. വെട്ടം കുറവാണ് ഇവിടെ. പിന്നെ ഡ്രസ്സുകൾ അതൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഇത് ഈ സൈഡിലാണ് ഇവരുടെ അടുക്കള. അതായത് കണ്ട, ഇവിടെയാണ് അടുക്കളയൊക്കെ വച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി ഇരുന്ന് പാചകമൊക്കെ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തുള്ള ആഹാര സാധനങ്ങൾ, ഇവർക്ക് കഴിക്കേണ്ട ആഹാര സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഷെഡ്. അല്ല, ഞാൻ കുറച്ച് വൈകിട്ടാണല്ലോ നടന്നു വന്നത്. നമ്മളെ വീഡിയോസ് കണ്ട സുഹൃത്തുക്കൾക്ക് അറിയാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ അതായത് നമ്മൾ വൈകുന്നേരം താമസിച്ചാണ് വന്നത്. അപ്പോൾ ക്യാമ്പ് ഷെഡിൻ്റെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഇരുട്ടി. അപ്പം ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇപ്പം ഞാൻ വന്നത് ഇന്നലെയാണ്, 12-ാം തീയതിയാണ്. ഇന്ന് 13-ാം തീയതി രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചയാണ്. ആ ഷെഡൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഇവിടെ 5 പേരാണ് ഗൈഡുകളായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പണിയെന്ന് പറയുന്നത് ഇവർക്ക് താഴ്ന്നു വരുന്ന യാത്രക്കാരെ, ഏഴുമടങ്ങൻ ക്യാമ്പിൽ നിന്നും വരുന്ന യാത്രക്കാരെ നമ്മുടെ അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് എത്തിക്കുവാനും പിന്നെ അതുപോലെ തന്നെ അതിരുമല ക്യാമ്പ് ഷെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന യാത്രക്കാരെ തിരിച്ച് താഴേക്ക് എത്തിക്കുകയാണ് ഇവിടെയുള്ള ഗൈഡുകളുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്.
അപ്പം എൻ്റെ ചേട്ടനും അവരുടെ കൂട്ടത്തുള്ള ആൾക്കാരെല്ലാം കൂടെ, നമ്മുടെ ചേട്ടനും വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ ചേട്ടന്മാരൊക്കെ തന്നെയാണ്, അവരെല്ലാവരും കൂടെ രാവിലെ പോയിരിക്കുകയാണ്. രാവിലെ ഇവിടെ നിന്ന് അവർ കയറി ക്യാമ്പ് ഷെഡിലേക്ക് പോകും. രാവിലെ ക്യാമ്പ് ഷെഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് യാത്രക്കാരെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്രക്കിങ്ങിൻ്റെ. ഇന്നലെ കയറുന്നവർ 14-ാം തീയതി ഇറങ്ങും, 12-ാം തീയതി കയറുന്നവർ 14-ാം തീയതി തിരിച്ചിറങ്ങും. അപ്പോൾ അതോടുകൂടി തന്നെ ഈ വർഷത്തെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ സീസൺ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയല്ലേ ഈ ഒരു ക്യാമ്പ് ഷെഡിൽ. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് വീട്ടിലെത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കയറി വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഞാനിനി ഇറങ്ങാൻ പോകും. അപ്പോൾ എന്തായാലും ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പം ഇനിയും നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള ഉൾക്കാടുകളിലൂടെയൊക്കെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ കാട്ടുപോത്തിനെയൊക്കെ നമ്മളെ വീഡിയോയ്ക്ക് ഇടയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നലെ വന്ന വഴിയിൽ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് പോയിട്ട് വേണം കോട്ടൂരേക്ക് പോയി ഒരു 8:30 ആകുമ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് അത്യാവശ്യം നല്ല ചെറിയ മഴയും ഈ ഒരു സ്ഥലത്തൊക്കെ തൂറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്കിയുള്ള പരിപാടികൾ കാണാം. നമ്മൾ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ടേ, ചേട്ടനൊക്കെ ഇട്ട് വെച്ചാണ് ഞാനതിനെ തീയിലെടുത്ത് വെച്ച്. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ അടിക്കണം. ഒരു ഗ്ലാസ് കട്ടൻ പഞ്ചസാരയിട്ട് അടിച്ചതിന് ശേഷം ഞാൻ നേരെ ഇനി വീട്ടിലേക്ക് ഇറങ്ങണം കേട്ടോ. നല്ല ഫ്രഷ് കട്ടനും ഒക്കെ എടുത്തിട്ട് എനിക്ക് കട്ടൻ ചായ പഞ്ചസാര ഇട്ട് കുടിക്കണം, അതാണ് എൻ്റെ ഒരു വീക്ക്നെസ്. ഈ ഒരു പവറിൽ വീട് വരെ എത്തണം. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമുക്ക് വീട് വരെ പോകാൻ വേണ്ടി. 6 എനിക്കങ്ങനെ അതിലും കൂടുതൽ കാണുമെന്നാണ് തോന്നുന്നത്. അവിടെ പോയി കുളിച്ച് റെഡിയായി അത് കഴിഞ്ഞ് കോട്ടൂരേക്കൊക്കെ ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇതൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവരൊരു 9:30 ആകുമ്പോൾ അവർ വരും. അപ്പം ഞാൻ രാവിലെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന ഷെഡെന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു ഇതിനകത്തുള്ള ഉറക്കം. അങ്ങനെ നമ്മളങ്ങനെ ഇവിടെ നിന്ന് നടക്കുകയാണ്. ആ നീല ടാർപ്പായാണ് ഷെഡ്. ഇവിടെ നിന്ന് ഇതാ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതിലേ പോയി കഴിഞ്ഞാൽ അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് എത്താൻ വേണ്ടി പറ്റും. രാവിലെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് ഇന്നലെ രാത്രി ഇതിലേക്കാണ് വന്നത് കേട്ടോ, ഈ ഒരു വഴി കൂടെ. ഇവിടെ ഇന്ന് രാവിലെ തന്നെ മഴത്തൂറ്റലും മഞ്ഞും ഒക്കെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ രാവിലെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ റേഞ്ച് പോലത്തെ ഏരിയയാണ് ഈ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ മൂന്നാറിൻ്റെയൊക്കെ അത്ര വരില്ലെങ്കിലും മൂന്നാറിൻ്റെയൊക്കെ ഒരു 80% കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ് ഈ അഗസ്ത്യാർകൂടവും അതിരുമലയും എന്നൊക്കെ പറയുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ച അതൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉൾക്കാട്ടിൽ ഈ വണ്ടിയുടെയും വാഹനത്തിൻ്റെയും ഒന്നും സൗണ്ടില്ലാതെ 3 ദിവസം നെറ്റ്വർക്ക് പോലും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഉൾക്കാട്ടിൽ കിടക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സമാധാനം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഒരുപാട് ആൾക്കാരും ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എടുത്ത് ട്രക്കിങ്ങിന് വരുന്നത്. എനിക്കിനി ഇവിടെ നിന്ന് ചെന്നിട്ട് വേണം വീട്ടിലിറങ്ങാൻ. വീട്ടിലിറങ്ങിയിട്ട് വേണം ഇവിടെ നിന്ന് ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായി, അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആര്യനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത ടൗൺ കോട്ടൂർ കഴിഞ്ഞ് കുറ്റിശ്ശൽ കഴിഞ്ഞാൽ അടുത്തത് ആര്യനാട്. എനിക്ക് അവിടെ വരെ ഒന്ന് എത്തണം. അവിടെ വരെ ഒന്ന് എത്തിയതിന് ശേഷമേ ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ ആ മീൻ പിടിച്ച കുളമുണ്ടല്ലോ, ആ കുളത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണേ. ഇതിലെയാണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ട് എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഇതിലെയാണ് നമ്മൾ പോയത്. ഇവിടെ നിന്ന് നമ്മൾ ഈ വഴി കൂടെയാണ് പോകുന്നത്. ഈ വഴി കൂടെ അകത്തേക്ക് പോകണം. എനിക്കൊന്ന് ഈ വഴി കൂടെ അങ്ങനെ ആരും നടക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മുകളിൽ അപ്പോൾ വഴി വെട്ടി തെളിച്ച് വെച്ചിട്ടുള്ളത് ഉള്ളതാണ് സത്യം. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരൊക്കെ കിടന്നിരുന്ന സമയത്ത് എത്രത്തോളം വഴികളാണ് വെട്ടിത്തെളിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. കുറേയൊക്കെ ഫയൽ ലൈനായിട്ടുണ്ട്, അല്ലാതെ തന്നെ ഒരുപാട് വഴികൾ, തെളിക്കാത്ത വഴികൾ, ഇവരുടെ കാളവണ്ടി വഴികൾ ഒരുപാടെണ്ണം ഈ വനത്തിനകത്തുണ്ടേ. അപ്പോൾ നമുക്ക് രാവിലെ പോയി ആ കുളവും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ ക്യാമറയൊക്കെ പറക്കി കെട്ടി വെച്ചിട്ട് വീട്ടിലേക്കുള്ള യാത്ര ചെയ്യാവേ. ഇന്നലെ വൈകിട്ട് മീൻ പിടിച്ചത് ദാണ്ട ഇവിടെയാണ്, ആ കുളത്തിലാണ് ഇവർ വന്ന് മീനൊക്കെ പിടിച്ചത് ചേട്ടനൊക്കെ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ അവരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ രാവിലെ അവിടെ ഞാൻ നടന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഒന്നും പകർത്തിയെടുക്കാൻ പറ്റത്തില്ല. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ കണ്ടതാണ് ഇതിൻ്റെ ബാക്കിലോട്ടുള്ള സ്ഥലങ്ങളും ഞാൻ പോകുന്ന വഴികളും ഒക്കെ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വഴിയൊക്കെ ഒന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ കാറ്റടിക്കുന്നതുകൊണ്ട് ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ 8 മണിക്കാണ് നടന്നത്. ഇവിടെ വരെ നടക്കാൻ അരമണിക്കൂർ, 8:30 ആയിട്ടുണ്ട്. 9 മണിയൊക്കെ ആകുമ്പോൾ എനിക്കൊന്ന് ഫ്ലാവർ സെറ്റിൽമെൻറ്റിലെത്തും. 9:15 ആകുമ്പോൾ കൊത്തോടെത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഇറക്കമാണ്.
അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ ഏഴുമടങ്ങൻ ക്യാമ്പിൽ വന്ന് സ്റ്റേ ചെയ്യുന്നതും പിന്നെ അവിടെ നിന്ന് നമ്മൾ ആഹാരമൊക്കെ വേവിച്ച് കഴിക്കുന്നതും അവിടുത്തെ ഗൈഡുകളെയൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നാളെ കൂടെ ഉള്ളൂ, അവരൊക്കെ നാളെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ കാണുന്നൊരു വീഡിയോ ആയിരിക്കും. ഇങ്ങനെ കാട്ടിനുള്ളിലൂടെയൊക്കെ പോയിട്ട് കാട്ടിനകത്ത് തന്നെ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ ആഹാരം വേവിച്ച് കഴിക്കുന്നതും ഇങ്ങനെ ഉൾക്കാടുകളിൽ കിടക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മുമ്പും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസ് പിന്നെയും ഈ ഒരു സീസണിൽ എത്തിക്കണമെന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പോലുള്ള കുക്കിങ്ങും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വനത്തിനുള്ളിലൂടെ യാത്രയും ഇവിടുത്തെ കുക്കിങ്ങും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ജീവിതവും ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ഇനി എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇതിലും വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.